മലപ്പുറം ജില്ലയുടെ ചരിത്ര വിശേഷങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കാം. കേരളത്തിൻ്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന മലപ്പുറം ജില്ല ചരിത്രപരമായും സാംസ്കാരികമായും ഏറെ പ്രത്യേകതയുള്ള സ്ഥലമാണ്. പശ്ചിമഘട്ട മലനിരകളുടെ താഴ്വാരവും അറബിക്കടലിൻ്റെ തീരപ്രദേശവും ഉൾക്കൊള്ളുന്ന ഈ ജില്ല പ്രകൃതി ഭംഗിയാലും സമ്പന്നമായ പൈതൃകത്താലും അനുഗ്രഹീതമാണ്. 1969 ജൂൺ 16 മലപ്പുറം ജില്ല രൂപീകൃതമായത്. മലപ്പുറം ജില്ലയുടെ ചരിത്രം നോക്കുമ്പോൾ മലപ്പുറം ജില്ലയ്ക്ക് വളരെ സമ്പന്നമായ ഒരു ചരിത്രമാണ് ഉള്ളത്. സാമൂതിരി രാജവംശത്തിന്റെ ഭരണത്തിന് കീഴിലായിരുന്ന മലപ്പുറം ടിപ്പു സുൽത്താന്റെ പടയോട്ടത്തിനും ബ്രിട്ടീഷ് ഭരണത്തിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. 1921 മലബാർ കലാപം ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നടന്ന പ്രധാനപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമരമായിരുന്നു. തുഞ്ചത്തെഴുത്തച്ഛൻ, പൂന്താനം തുടങ്ങിയ മഹാകവികളുടെ ജന്മദേശം കൂടിയാണ് മലപ്പുറം ജില്ല. മലപ്പുറം ജില്ലയുടെ ഭൂമിശാസ്ത്രം നോക്കുമ്പോൾ കുന്നുകളും താഴ്വരകളും നിറഞ്ഞ ഭൂപ്രകൃതിയാണ് മലപ്പുറം ജില്ലയുടേത്. ചാലിയാർ, കടലിൻ്റെ പുഴ, ഭാരതപ്പുഴ തുടങ്ങിയ പ്രധാന നദികൾ ഈ ജില്ലയിലൂടെ ഒഴുകുന്നു. തേക്കിൻ കാടുകൾക്ക് പേരുകേട്ട നിലമ്പൂർ ഈ ജില്ലയിലാണ്. ഇവിടുത്തെ കാലാവസ്ഥ പൊതുവെ ചൂടുള്ളതാണ്. മലപ്പുറം ജില്ലയിലെ സാംസ്കാരികമായ കാര്യങ്ങൾ നോക്കുമ്പോൾ മലപ്പുറം ജില്ല വിവിധ മതവിഭാഗങ്ങൾ സൗഹൃദത്തോടെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ്. മാപ്പിളപ്പാട്ടുകൾ, ഒപ്പന, അറവനമുട്ട് തുടങ്ങിയ തനത് കലാരൂപങ്ങൾ ഇവിടെ പ്രചാരത്തിലുണ്ട്. മലയാള ഭാഷയോടൊപ്പം അറബി, ഉറുദു തുടങ്ങിയ ഭാഷകളും ഇവിടെ സംസാരിക്കുന്നു. മലപ്പുറം ജില്ലയിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ ഒന്നാണ് കൊണ്ടോട്ടി നേർച്ച. കൂടാതെ മലപ്പുറം ജില്ല ഫുട്ബോളിന്റെ ഒരു ഈറ്റല്ലം കൂടിയാണ്. മലപ്പുറം ജില്ലയിലെ പ്രധാന സ്ഥലങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. അതിൽ ഒന്നാമത് വരുന്നത് കോട്ടക്കുന്നാണ്. 2 നിലമ്പൂർ തേക്ക് മ്യൂസിയം. 3 തുഞ്ചൻ പറമ്പ്. 4 പടിഞ്ഞാറേക്കര ബീച്ച്. 5 ആഢ്യൻപാറ വെള്ളച്ചാട്ടം. 6 മിനി ഊട്ടി തുടങ്ങിയവയാണ് മലപ്പുറം ജില്ലയിലെ പ്രധാന സ്ഥലങ്ങൾ. മലപ്പുറം ജില്ലയിലെ സാമ്പത്തികമായ കാര്യങ്ങൾ നോക്കുമ്പോൾ കൃഷിയാണ് മലപ്പുറം ജില്ലയിലെ പ്രധാന വരുമാന മാർഗം. എന്നാൽ റബ്ബർ, കവുങ്ങ്, നെല്ല്, വാഴ തുടങ്ങിയവയാണ് പ്രധാന കാർഷിക വിളകൾ. കൂടാതെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ പണമൊഴുക്കും ഈ ജില്ലയുടെ സാമ്പത്തിക അടിത്തറയ്ക്ക് കരുത്തേകുന്നു. മലപ്പുറം ജില്ലയിലെ വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ രംഗത്ത് മലപ്പുറം ജില്ല മുന്നിലാണ്. നിരവധി സ്കൂളുകളും കോളേജുകളും ഈ ജില്ലയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു സവിശേഷത. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പ്രധാന ക്യാമ്പസ് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പലത്താണ് സ്ഥിതി ചെയ്യുന്നത്. മലപ്പുറം ജില്ല കേരളത്തിൻ്റെ സാംസ്കാരിക പൈതൃകവും പ്രകൃതി ഭംഗിയും ഒത്തുചേർന്ന ഒരു മനോഹര സ്ഥലമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീണ്ടും മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് കാണാം. താങ്ക് യു.